നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SVT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞുങ്ങളിലെ ടമ്മി ടൈം കൊടുക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ മിക്ക പാരൻസിനും കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കാൻ ഭയങ്കര പേടിയാണ്. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് വളരെയധികം നല്ല കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് മിക്ക ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ കമഴ്ത്തി കിടത്താൻ പേടിയായതുകൊണ്ട് തന്നെ തല ഉറച്ചിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺസേൺ ആണ് എല്ലാ പാരൻസിനും. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കേണ്ട പ്രായം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂ ബോൺ തൊട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ന്യൂ ബോൺ പീരീഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5 or 10 മിനിറ്റ്സിന് ഉള്ളിൽ കുറച്ച് സമയം ഒന്ന് ടമ്മി ടൈം കൊടുത്തിട്ട് നമുക്ക് നേരെ നൂത്ത് കിടത്താം. അത് കഴിഞ്ഞ് ഒരു 2 month ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഈ ടൈം എന്ന് പറയുന്ന കാര്യം കുറച്ചും കൂടി കൂട്ടി കൊടുക്കാം. ഇപ്പം 5 മിനിറ്റ്സ് എന്നുള്ളത് നമുക്ക് 10 മിനിറ്റ്സ് ആക്കാം. 3 months ഒക്കെ ആവുന്ന സമയത്ത് ഒരു 10 to 20 മിനിറ്റ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ടമ്മി ടൈം കൊടുക്കാവുന്നതാണ്. ഈ ടമ്മി ടൈം കൊടുക്കുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന്, എല്ലാ പാരൻസിൻ്റെ ഒരു കൺസേൺ ആണ് ഗ്യാസ് ഇഷ്യൂ അല്ലേ. പാല് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബർപ്പ് ചെയ്ത് കൊടുക്കും, പക്ഷേ എന്നിരുന്നാലും ഗ്യാസ് പോകാനുള്ള ചാൻസസ് കുറവ് തന്നെ ആയിരിക്കും. 50 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ബർപ്പിംഗ് പറയും, എങ്കിലും ചില കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് പോവില്ല. സോ നമ്മളിപ്പോൾ ടമ്മി ടൈം കൊടുക്കുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരാണ്ടിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം നമ്മൾ ടമ്മി ടൈം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കുഞ്ഞിൻ്റെ വയറ് അമുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തോളിലാണെങ്കിൽ കൂടിയും കുഞ്ഞിൻ്റെ വയറ് തോളിൽ വരണം എന്നുള്ളത് പറയുന്നത് വയറമങ്ങിയാൽ മാത്രമേ ഗ്യാസ് പോകത്തുള്ളൂ. സോ ടമ്മി ടൈം ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ആണ്. നിങ്ങൾക്ക് തോളിൽ കിടത്താൻ, കുഞ്ഞുങ്ങൾ ന്യൂബോൺസ് ഒക്കെ ആണെങ്കിൽ തോളിൽ കിടത്താൻ പേടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിലത്ത് പായ് വിരിച്ച് ടമ്മി ടൈം കൊടുക്കാവുന്നതാണ്. വേറെ ഒരു ഗുണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ടമ്മി ടൈം ആണ് ഏറ്റവും ഒരു ആദ്യത്തെ ഡെവലപ്മെൻറ്റ് എന്ന് നമുക്ക് പറയാം. കാരണം കുഞ്ഞുങ്ങളെ എഴയുന്നതും ചെസ്റ്റപ്പ്, അതായത് നെഞ്ചു കുത്തി പൊങ്ങുന്നതും റോൾ ഓവർ ചെയ്യുന്നതും കമരുന്നതും ഒക്കെ ഒരു ഫൗണ്ടേഷനാണ് ഈ ടമ്മി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു മൈൽ സ്റ്റോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ടമ്മി ടൈമിനെ വിളിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഈ ടമ്മി ടൈം കൊടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴുത്തിലും ഷോൾഡറിലും ഉള്ള മസിൽസ്, ആ മസിൽസ് നല്ല രീതിയിൽ ഒരു എക്സസൈസ് എന്ന രൂപേണ നല്ല രീതിയിൽ വർക്കാവും. കാരണം കുഞ്ഞുങ്ങൾ കമരുമ്പോൾ അത്രയധികം മസിൽസിനാണെങ്കിൽ സ്ട്രെച്ചബിൾ ഉണ്ടാവും. മാത്രമല്ല തല ഉറയ്ക്കാനായിട്ട് കുഞ്ഞുങ്ങൾ കുറച്ചും കൂടി തല ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ടമ്മി ടൈം വെറുതെ കൊടുക്കുന്നതല്ല, നമ്മൾ പാരൻസ് അടുത്ത് തന്നെ ഉണ്ടാവണം. അതിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ നിറങ്ങളുള്ള ടോയ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ കിടക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുഞ്ഞുങ്ങളെ നോക്കാനും ഹെഡ് ഹോൾഡിങ് എന്ന ആ ഒരു എക്സസൈസ് നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. വേറൊരു കാര്യമാണ്, ടമ്മി ടൈം നമ്മൾ വെറുതെ കൊടുക്കാണ്ട്, നമ്മൾ മിക്കവരും ചെയ്യുന്നത് ബെഡിലൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. കുഞ്ഞുങ്ങളെ നമ്മൾ കിടത്തുമ്പോൾ നിലത്ത് പായ് വിരിച്ച് കിടത്തിയാൽ ഏറ്റവും നല്ലതാണ്. കാരണം ബെഡിലൊക്കെ കിടക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടാനായിട്ട് വളരെയധികം കുറവ് തന്നെ ആയിരിക്കും. മാത്രമല്ല നമ്മൾ നിലത്തൊക്കെ കിടത്തുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു എഫേർട്ട് കുറച്ചും കൂടി ഇടാനും അതുപോലെ തന്നെ ഈ മസിൽസ് കുറച്ചും കൂടി വർക്ക് ആവാനും ഉള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിലത്ത് പ്ലേ മാറ്റിലോ അല്ലെങ്കിൽ നിലത്ത് പായ് വിരിച്ചിട്ടോ അല്ലെങ്കിൽ ബേബി ബെഡൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ബെഡിലൊക്കെ നിലത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല ഈ ഒരു ടമ്മി ടൈം എന്ന് പറയുന്നത് നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യം തന്നെയല്ല, നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മിക്ക പാരൻസിൻ്റെയും ഈ പേടി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ തല ഇടിക്കുകയോ തല മുട്ടുവോ എന്നുള്ളൊരു കൺസേൺ ആണ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാവുന്നത് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ചെറിയൊരു പില്ലോ അല്ലെങ്കിൽ ടവൽ നമ്മൾ റോൾ ചെയ്തതിന് ശേഷം കുഞ്ഞിൻ്റെ ചെസ്റ്റിൻ്റെ അടിയിൽ നമ്മൾ ടമ്മി ടൈം കൊടുക്കുമ്പോൾ ആ സമയത്ത് വെച്ച് കൊടുക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടും. മാത്രമല്ല കമന്ന് കിടക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു മൂവ്മെൻറ്റും ഷോൾഡറൊക്കെ കറക്റ്റായിട്ട് ഇരിക്കാനും ഒക്കെ കുഞ്ഞുങ്ങൾ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പം ടമ്മി ടൈം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. മിക്ക പാരൻസ് ചിലപ്പോൾ നിലത്ത് വെറുതെ കിടത്തുമ്പോൾ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ, ശരീരം പെയിൻ ആവുമോ അല്ലെങ്കിൽ വേദന ഇരിക്കുമോ എന്നുള്ളൊരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ടമ്മി ടൈം കൊടുക്കാതിരിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് ഉള്ള രീതിയിൽ നമ്മൾ ടമ്മി ടൈം കൊടുത്തു തന്നെ വരണം എന്നുള്ളതാണ്. നമുക്ക് 2 months സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങാം. അതല്ല ന്യൂ ബോൺസിൽ നിങ്ങൾക്ക് പേടിയില്ല എന്നുണ്ടെങ്കിൽ ന്യൂ ബോൺ തൊട്ട് തന്നെ നമുക്ക് ടമ്മി ടൈം കൊടുക്കാവുന്നതാണ്. അപ്പോൾ ടമ്മി ടൈമിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. താങ്ക് യു.